അഘോരികളെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും കെട്ടുകഥകളാണ്. എന്താണ് അഘോരി സന്യാസമെന്നും ആരാണ് അഘോരികളെന്നും നമുക്ക് പരിശോധിക്കാം. അഘോരം എന്നാൽ ശിവന്റെ പഞ്ചമുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖത്തിൻ്റെ പേരാണ്. അഘോരി, അഘോരം എന്നതൊക്കെ ശിവന്റെ പര്യായങ്ങൾ ആണ്. ഈശാനം, തൽപുരുഷം, വാമദേവം, സാധ്യോജാതം എന്നിവയാണ് മറ്റു മുഖങ്ങൾ. ഭാരതത്തിലെ അഘോരി സന്യാസി സമൂഹത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. നിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അഘോരമാർഗം മറ്റു സന്യാസി മാർഗങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ്. സനാതനധർമ്മത്തിലെ പരമപ്രമാണമായ ശ്രുതികളും ഉപപ്രമാണങ്ങളായ സ്മൃതികളും അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമായ ഒട്ടേറെ സമ്പ്രദായങ്ങൾ ഭാരതത്തിൽ നിലവിലുണ്ട്. അതിൽ ശ്രുതി വേദബാഹ്യമായ സമ്പ്രദായമാണ് അഘോരമാർഗം. എന്നാൽ അഥർവവേദത്തിലെ ചില രഹസ്യമന്ത്രങ്ങളെയും ഈ സമ്പ്രദായക്കാർ സിദ്ധികൾക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പുറം ലോകവുമായി പറയത്തക്ക ബന്ധമൊന്നുമില്ലാതെ കൂടുതൽ സമയവും ഏകാന്തതയിലും ധ്യാനത്തിലും മുഴുകിക്കഴിയുന്ന ഭാരതീയ സന്യാസ പരമ്പരയിലെ അതിപ്രാചീനമായൊരു സന്യാസ സമൂഹമാണ് അഘോരികൾ. അഘോരമൂർത്തി എന്ന സങ്കല്പത്തിൽ ശിവനെയും ചിലപ്പോൾ കാളിയെയും ഭജിച്ചിരിക്കുന്ന ഇവർ അസാധാരണങ്ങളായ പല ആചാരങ്ങളും അനുഷ്ഠിച്ചു വരുന്നു. എല്ലാം പരബ്രഹ്മമായി കാണുന്ന ഇവർ സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം, വസ്ത്രം, മൈഥുനം ഇതിലൊന്നും മമത പുലർത്താതെ പൂർണ്ണമായും ബാഹ്യവും ഭൗതികവുമായ സുഖസൗകര്യങ്ങളും ബന്ധങ്ങളും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളും ഉപേക്ഷിച്ചവരും ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരുമാണ്. പരമശിവനെ ആരാധിക്കുന്ന ഈ ശൈവ സന്യാസിമാർ ശരീരം വെറും നശ്വരമായ മാംസം മാത്രമാണെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതിനായി മനുഷ്യൻ്റെ തലയോട്ടി കഴുത്തിൽ തൂക്കിയിടുകയും ചവറ്റുകുട്ടയിലെ ചീഞ്ഞളിഞ്ഞ പുഴുവന്ന ഭക്ഷണവും മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവുമടക്കം ഭക്ഷിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും കാണാത്തവരുമാണ്. ഈ ലോകത്തുള്ള എല്ലാം ബ്രഹ്മത്തിൽ നിന്നും ആവിർഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നിഷിദ്ധമല്ലെന്ന് അഘോരികൾ കരുതുന്നു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഗവേഷകർ അഘോരികളുടെ ജീവിതം പഠന വിഷയമാക്കിയിട്ടുണ്ട്. അഘോരി സന്യാസികളെക്കുറിച്ച് പലതരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഗവേഷകർ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് അഘോരി സന്യാസിമാരുടെ എണ്ണം ഏകദേശം 6000-ഓളമുണ്ട്. ഇവരിൽ ബഹുഭൂരിപക്ഷവും ബീഹാറിലും പശ്ചിമ ബംഗാളിലും ശേഷിച്ചവർ അജ്മീർ, മേൽവാഡയിലും ആണ് താമസിക്കുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്ന ഇവർക്ക് ആബു പർവ്വതം, ബുദ്ധഗയ, കാശി, ഹിംഗ്ലാജ് എന്നിവിടങ്ങളിൽ സന്യാസി മഠങ്ങളുണ്ടായിരുന്നു. ഹുയാൻസാങ്ങിൻ്റെ യാത്രാവിവരണങ്ങളിലാണ് അഘോരി സംഘത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നതായി ആധുനിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പൗരാണിക കാലം മുതൽക്കേ ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന് അനുമാനിക്കുന്ന അഘോരികൾ ഭാരതത്തിലുണ്ടായിരുന്നു. പൂർണ്ണമായും വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നഗ്നരായി ജീവിക്കുന്ന ഈ സന്യാസിമാർ ചിതാഭസ്മം ദേഹത്ത് പൂശിയിരുന്നതായും ഹുയാൻസാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരമശിവന്റെ കാപാലികന്മാരിലൊരു വിഭാഗമാണ് ഇവരെന്നും കരുതപ്പെടുന്നു. നരബലി ഇവരുടെ ഇടയിൽ സാധാരണമായിരുന്നു. ബലി കഴിക്കുന്ന വ്യക്തിയെ ഒരു പ്രത്യേക ചടങ്ങിൽ വച്ച് ശിരച്ഛേദം ചെയ്യുകയോ തൊണ്ടയിൽ കഠാരി കുത്തിക്കൊല്ലുകയോ ചെയ്ത ശേഷം ഇവർ രക്തം കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. മദ്യം, ബാങ്ക്, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളും സോമരസവും ഇവർ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ഭാരതത്തിൽ അനേകം മതസമ്പ്രദായങ്ങളുണ്ട്. അതിൽ ചിലത്
വൈഷ്ണവം, ശാക്തേയം, സ്മാർത്ഥം, ശൈവം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതിൽ വളരെ പഴക്കമേറിയ ശൈവപ്രധാനമായ സവിശേഷ സമ്പ്രദായം അനുവർത്തിച്ചു പോരുന്നതും അനുവർത്തിക്കുന്നവരുമാണ് അഘോരികൾ. ഇവരെ ശൈവർ എന്നും വിളിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് സമ്പൂർണ്ണ പ്രപഞ്ചത്തിലെ സർവവും ശിവമയമാണെന്നാണ് ഇവരുടെ സങ്കല്പം. ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നായ വാരണാസിയിലെ കുംഭമേളയിലാണ് അഘോരികൾ സാധാരണയായി ഒത്തുചേരുന്നത്. ശിവനെ പോലെ ശ്മശാനത്തിലാണ് ഇവരുടെയും വാസം. ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരെ ബാധിക്കുന്നേയില്ല. ആത്മാവ് അല്ലാതെ മറ്റെല്ലാം മിഥ്യയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആളുകൾ കടന്നു വരാൻ മടിക്കുന്ന ശ്മശാന ഭൂമിയിൽ തങ്ങൾക്ക് ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിയുന്നതായി ഇവർ അവകാശപ്പെടുന്നു. ധാരാളം അമാനുഷിക ശക്തികൾ ഉള്ളവരാണ് അഘോരികൾ. വളരെ കഠിനമായ സാധനകൾ ഇവർ അനുഷ്ഠിച്ചു പോരുന്നു. കഠിനമായ സാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഏർപ്പെടുന്നത് മൂലം അഘോരികൾക്ക് അമാനുഷിക ശക്തികളെ ഉത്തേജിപ്പിക്കുവാൻ പ്രാപ്തിയുണ്ടെന്ന് കരുതപ്പെടുന്നു. അഘോരി സ്ത്രീകൾ കാളിയെപ്പോലെ ചിതാഭസ്മം പൂശി മന്ത്രങ്ങൾ ഉച്ചരിച്ചും പെരുമ്പറ കൊട്ടിയും ആഗ്രഹപൂർത്തീകരണം നടത്തും. അഘോരികളുടെ മാനസിക ശക്തി അപാരമാണ്. മന്ത്ര, യന്ത്ര, തന്ത്രസിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തിൽ നിന്നും സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഡം ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യിക്കാനും മൂടൽമഞ്ഞ് കൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നും കരുതുന്നു. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആഞ്ഞു കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ മിക്കവർക്കും അറിയാം. ഘടികാരം സ്തംഭിപ്പിക്കുക, വസ്ത്രം തനിയെ കീറുക, ദൃഷ്ടി കൊണ്ട് അഗ്നി ജ്വലിപ്പിക്കുക, ഒരാളുടെ ധമനികൾ പൊട്ടിച്ച് രക്തം ഒഴുക്കുക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഏകാഗ്രമാക്കിയ മനസ്സിൻ്റെ അപാരമായ മന്ത്രസിദ്ധികളുടെ ഫലമാണെന്നും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ ഇതൊക്കെ സാധ്യമാണെന്നും അഘോരികൾ സമർത്ഥിക്കുന്നു. പരകായ പ്രവേശം അറിയുന്നവരും അഘോരികളിലുണ്ട്. ആത്മാക്കളോട് സംസാരിക്കുവാനും ഇവർക്ക് സാധിക്കും. കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിൽ അപാരമായ പ്രാവീണ്യം നേടിയവരാണ് അഘോരികൾ. ചുടലഭസ്മം പൂശി തലയോട്ടി മാലയായി അണിയുന്ന അഘോരികൾക്ക് സന്യാസ ദീക്ഷ ലഭിക്കുവാൻ കഠിനമായ പരീക്ഷണങ്ങൾ കടക്കേണ്ടതുണ്ട്. ഗംഗയിൽ ഒഴുകി വരുന്ന ഏതെങ്കിലും മൃതദേഹം എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലിരുന്ന് ധ്യാനനിരതനാവുക എന്നതുപോലുള്ള കഠിനമായ കടമ്പകൾ കടക്കുന്നവർക്ക് മാത്രമേ അഘോരി മന്ത്രദീക്ഷ ലഭിക്കുകയുള്ളൂ. അഥർവവേദത്തിലെ നിഗൂഢ മന്ത്രങ്ങളെ വികസിപ്പിച്ചെടുത്ത സുമന്ത മുനിയിൽ നിന്നാണ് അഘോര സന്യാസ പാരമ്പര്യത്തിൻ്റെ തുടക്കമെന്നാണ് കരുതപ്പെടുന്നത്. സുമന്ത മുനിയുടെ പരമ്പരയിൽ നിന്നാണ് അഘോരികൾ ആരാധിക്കുന്ന പരമഗുരുവായ സന്യാസിനി ഭൈരവി ബ്രഹ്മണി അഥർവവേദ വിദ്യകൾ സ്വായത്തമാക്കുന്നത്. അഥർവവേദത്തിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തുകയും ഇതിനോട് വേദബാഹ്യമായ പല ആചാര അനുഷ്ഠാനങ്ങളെയും പുതുതായി കൂട്ടിച്ചേർത്ത് വികസിപ്പിക്കുകയും ചെയ്തു. അഥർവവേദത്തിൽ പറയുന്ന അഭ്യാസങ്ങൾ ഹൃദസ്ഥമാക്കിയാൽ അമാനുഷിക ശേഷികൾ കൈവരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മധ്യ ടിബറ്റിലെ ചില ലാമമാർ. അഘോരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ലാമമാർ അവരിൽ നിന്നും സ്വായത്തമാക്കിയ കഴിവുകൾ ഇന്നും തുടർന്നു പോരുന്നു. താടിയും ജടപിടിച്ച മുടിയും വളർത്തി ഭസ്മക്കുറിയും സിന്ദൂരവും ചാർത്തി കമണ്ഡലവും ത്രിശൂലവും കയ്യിലേന്തി കടഞ്ഞെടുത്ത ദേഹപ്രകൃതിയുമുള്ള അഘോരി സന്യാസിമാർക്ക് ഒരു പ്രത്യേക തേജസ്സാണ്. ഇവരുടെ നയനങ്ങൾ അതിതീക്ഷ്ണമാണ്. കണ്ണുകളിൽ ചോര പൊടിയുന്ന അഘോരികളുടെ നോട്ടം എതിരിട്ടു നിൽക്കുക സാധാരണ മനുഷ്യജീവന് അപ്രാപ്യമാണ്.
ആരെയും ശ്രദ്ധിക്കുകയോ ഭിക്ഷ യാചിക്കുകയോ അഘോരികൾ ചെയ്യില്ല. അമാനുഷികമായ സിദ്ധികൾ പൊതുവേദികളിൽ പ്രദർശിപ്പിക്കാനോ പ്രഭാഷണങ്ങൾ നടത്താനോ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല. അഘോരി സന്യാസി സമൂഹത്തിൽ സന്യാസിനിമാരും ഉണ്ട്. പ്രജനനം ഇവർക്ക് നിഷിദ്ധമായതിനാൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതാണ് ഇവരുടെ രീതി. കടുത്ത യാഥാസ്ഥിതികരായ അഘോരമാർഗത്തിൽ ജീവിക്കുന്ന അഘോരികൾക്കിടയിൽ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവുമുണ്ട്. വലതുപക്ഷക്കാർ ആയ വാമഭാഗികൾ ആണ് യഥാർത്ഥ അഘോരികളെന്നാണ് അവകാശവാദം. ഈ മായാപ്രപഞ്ചത്തിൻ്റെ നശ്വരത മനസ്സിലാക്കിയ ചില ജ്ഞാനികൾ പ്രകൃതിയാണ് സത്യം എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അധികാരി ഭേദപ്രമാണമനുസരിച്ച് രാജസ താമസ പ്രകൃതികൾക്കായി രൂപപ്പെടുത്തിയതാണ് അഘോരി മാർഗമെന്നു പറയപ്പെടുന്നു. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. എങ്കിലും ദുഃഖം ആണ് മനുഷ്യ ജീവിതത്തിൽ കൂടുതൽ. ജീവിച്ചു തീർക്കുന്ന ഓരോ നിമിഷവും ആധിയും വ്യാധിയും കടന്നു പോകുന്ന മനുഷ്യ ജീവിതത്തെ മറികടക്കുന്ന ചിന്തകൾ ആണ് അഘോരികൾ മുന്നോട്ട് വെക്കുന്ന ജീവിതചര്യ. ക്ഷണികമായ മനുഷ്യ ജീവിതത്തിൽ സംജാതമാകുന്ന ജനനം മുതൽ മരണം വരെയുള്ള ജീവിത പ്രക്രിയകളെ എല്ലാം മറന്നുള്ള ഒരു ലോകമാണ് അഘോരികൾ വിഭാവനം ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന സമയം ശരിക്കും ആസ്വദിക്കുക, ആനന്ദം കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക, അതിന് പ്രകൃതിയെ കൂട്ടുപിടിക്കുക. പ്രകൃതി നൽകുന്ന ശരീരം കൊണ്ട് പ്രകൃതിയെ മറികടക്കുന്ന ചിന്തകൾ ഒഴിവാക്കി പ്രകൃതിയിൽ ലയിച്ചു ജീവിക്കുന്ന അഘോരികൾ മുന്നോട്ട് വയ്ക്കുന്ന തത്വം മറ്റൊരു രീതിയിൽ നാം എല്ലാം അനുഭവിക്കാറുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങൾ, നിർണയങ്ങൾ എല്ലാം തന്നെ മനുഷ്യന് അനുകൂലമായതാണ്. അതിനെ മറികടക്കാൻ തക്കവണ്ണം അഘോരികൾ അവരുടെ വഴികൾ തേടുന്നു. ശിവചൈതന്യം ഉൾക്കൊള്ളുന്ന ഘോരവും അഘോരവും അഗ്നിയുടെ പര്യായങ്ങൾ ആണ്. പ്രകൃതി ശക്തിയെ അറിയുക, പിന്നെ മന്ത്രതന്ത്രങ്ങളിലൂടെ ആ ശക്തിയെ വരുതിയിലാക്കാൻ പഠിക്കുക. ശക്തിയാണ് സൃഷ്ടിയുടെ കാരണം എന്ന തത്വത്തെ അധിഷ്ഠിക്കുന്ന അഘോരികൾ അടിസ്ഥാന മന്ത്രജപത്തിലൂടെ അഗ്നിയെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു. അഘോര മന്ത്രങ്ങൾ 51 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഈ ഓരോ അക്ഷരവും 1,00,000 തവണ ജപിച്ചാൽ മാത്രമേ മന്ത്രസിദ്ധി സാധ്യമാകൂ എന്ന് പറയപ്പെടുന്നു. അഘോരികൾ മാസത്തിൽ 3,00,000 തവണയെങ്കിലും ജപിക്കുന്ന ഗൗരി ബീജാക്ഷര മന്ത്രം ഗുരുവിൽ നിന്ന് വിധിപ്രകാരം നേടുന്ന ഒന്നാണ്. ഈ ത്രാടക പ്രയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു അഘോരിയുടെ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി നിൽക്കും. മഹാമൃത്യുഞ്ജയ മന്ത്രം, ശ്രീചക്രം, വിജയശാലിനി മന്ത്രശക്തി, കൽപ്പന യോഗസിദ്ധി, ഖേചരി വിദ്യ, കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ അഘോരികളുടെ അനുപമമായ സിദ്ധികളിൽ പെടുന്നവയാണ് ഇവയൊക്കെ. ക്രിയായോഗത്തിലും ഹഠയോഗത്തിലും പ്രാവീണ്യം നേടുന്ന അഘോരികൾ ക്രിയയോഗത്തിലൂടെ രാജയോഗത്തിൽ സാക്ഷാത്കാരം നേടുന്നവരാണ്. പൂർണ്ണമായും അഘോരികൾ ആയ സന്യാസിവരന്മാർക്ക് പിന്നെയും 15 വർഷത്തെയെങ്കിലും അതികഠിനമായ പ്രവൃത്തി കൊണ്ടു നേടാവുന്ന മറ്റൊരു ക്രിയയാണ് ഖേചരി പ്രയോഗം. നാക്കുകൊണ്ട് അണ്ണാക്കിൻ്റെ മേൽഭാഗം തുഴഞ്ഞ് തുഴഞ്ഞ് തലയോടിൻ്റെ അവിടെ വരെ ഉണ്ടാക്കുന്ന ദ്വാരത്തിൽ വിരലിട്ട് സാഹസ്രാരത്തെ തൊട്ടാൽ ഈ ക്രിയ പൂർണ്ണമായി. ഈ ക്രിയ പൂർത്തിയാക്കുന്നവർക്ക് അമാനുഷികമായ കഴിവുകൾ ഉണ്ടാകുന്നതായി ലാമകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഓരോ അഘോരി സന്യാസിമാരുടെയും മനഃശക്തി. പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഇവർക്ക് നൊടിയിടയിൽ നടത്തുവാൻ കഴിയും.
അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായതായി പല കഥകളും നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾക്ക് സിദ്ധികൾ ഉപയോഗിക്കരുതെന്നും അന്യായമായി ആരെയും ഹിംസിക്കപ്പെടരുതെന്നും ഉത്തമരായ അഘോരികൾക്ക് നിഷ്കർഷയുണ്ട്. സാധകന് സ്വന്തം ശരീരത്തെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയെയാണ് കുണ്ടലിനി യോഗം എന്ന് അറിയപ്പെടുന്നത്. ഈ വിദ്യ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ലഹരി വസ്തുക്കളും മാംസഭക്ഷണവും അഘോരി മാർഗത്തിൽ അനുവദനീയം ആണ്. പക്ഷേ എല്ലാം പരിമിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കൂ. സൂര്യന്റെ ഊർജവും ശുദ്ധജലവും ഉണ്ടെങ്കിൽ അഘോരികൾ അനേക ദിവസം ജീവിക്കുമെന്ന് പറയപ്പെടുന്നു. രാത്രി അഘോരികൾ ഉറങ്ങാറില്ല. മന്ത്രജപം ആണ് ഈ സമയം നടത്തുക. സന്ധ്യാവന്ദനവും സൂര്യാരാധനയും കൃത്യമായി നടത്തുന്ന ഇവർ പ്രഭാതവന്ദനവും കഴിഞ്ഞതിനു ശേഷമേ ഉറങ്ങാറുള്ളൂ. ആർഷഗ്രന്ഥങ്ങളും നവീന ശാസ്ത്രഗ്രന്ഥങ്ങളും നിത്യമായി വായനയിൽ പെടുന്നവയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാധാന്യമാണ് അഘോരികൾക്കിടയിൽ. സ്ത്രീ പുരുഷ സംഭോഗം ഇവർക്കിടയിൽ നിഷിദ്ധമാണ്. പക്ഷേ ഭോഗിക്കാതെ തന്നെ ലൈംഗിക സാക്ഷാത്കാരം നടത്താൻ ഇവർക്ക് കഴിയും. യഥാർത്ഥ അർദ്ധ നാരീശ്വര സങ്കല്പം ആണിത്. ഊർജവും ജഡവും യോജിക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം പൂർത്തിയാകുന്നുള്ളൂ. സ്ത്രീയും പുരുഷനും സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ക്ഷണികമാണ്. പെട്ടെന്നുള്ള ഇന്ദ്രിയസ്ഖലനം അല്ല യഥാർത്ഥത്തിൽ ഉള്ള ആനന്ദം. 1-2 മണിക്കൂറുകൾ കൊണ്ട് ആനന്ദത്തിൻ്റെ പരമോന്നതിയിൽ എത്തിയ ശേഷം മാത്രം നടക്കുന്ന സ്ഖലനം ആണ് യഥാർത്ഥത്തിൽ ഉള്ള ആനന്ദമൂർച്ച. സ്ഖലനം എത്ര നേരം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ അഘോരികൾക്ക് കഴിയും. പൗർണമി ദിവസം മാത്രമേ അഘോരികൾ ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി തുനിയുകയുള്ളൂ. അന്ന് താന്ത്രിക സാധനയുടെ സാമൂഹിക മൈഥുന സമയമാണ്. നരനും നാരിയും ഒന്നാകുന്ന പുണ്യമുഹൂർത്തമാണ് അന്ന്. ശിവനും പാർവതിയും ഈ രീതിയിൽ ആനന്ദമൂർച്ചയിൽ എത്തിയതായി കാണാം. പൗർണമി ദിവസം വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് ഈ ആനന്ദോത്സവത്തിന് തുടക്കം കുറിക്കുക. അഘോരികൾ ചുറ്റും കൂടിയിരുന്ന് ലഹരി നുണയുകയും മുഖ്യ പൂജാരി മന്ത്രോച്ചാരണം നടത്തുമ്പോൾ അവർ ഏറ്റുചൊല്ലുകയും ആ ശബ്ദത്തിൽ വായുവിലെ കണങ്ങൾക്ക് സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് സൂക്ഷ്മ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഈ സമയത്ത് നഗാരിവാദ്യം ആരംഭിക്കുകയും കിന്നര വീണയിൽ നിന്നും ഉയരുന്ന ശബ്ദം നഗാരിവാദ്യത്തിന് കൂട്ടാവുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷം ശബ്ദമുഖരിതം ആകുന്നു. ആ സമയത്ത് പുരുഷൻ ഒരു ഇണയെ സ്വീകരിക്കുന്നു. ആർക്കും സ്ഥിരമായ ഒരു ഇണ ഇല്ല എന്നൊന്നും ഇല്ല. ഇണയില്ലാതെ തനിയെ നടനം ആടുന്നവരും ഉണ്ട്. ഇണയോട് ഒത്തുള്ള നടനം ഉന്മാദ അവസ്ഥയിൽ എത്തുമ്പോൾ അഘോരികൾ പരസ്പരം ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കാറില്ല. അത് അവരുടെ കർശന നിയമം ആണ്. തെറ്റിക്കുന്നവരെ അപ്പോൾ തന്നെ അയോഗ്യർ ആക്കും. ഈ കർമ്മങ്ങൾ എല്ലാം തന്നെ മുഖ്യ ഗുരുവിൻ്റെ കർശനമായ നിയമാവലികൾക്കുള്ളിൽ ആയിരിക്കും. അയോഗ്യർ ആക്കുന്നവർക്ക് 3 പൗർണമി നാളുകളിൽ ഈ പ്രക്രിയകളിൽ പങ്കാളികൾ ആകുവാൻ കഴിയില്ല. നടനം അതിൻ്റെ അവസാനമാകുമ്പോൾ വാദ്യഘോഷം മുറുകുന്നു. പുലർച്ചയുടെ ആദ്യയാമത്തിൽ ചന്ദ്രകിരണങ്ങൾക്ക് ശക്തിയേറുമ്പോൾ ഗുരുക്കന്മാരുടെ മന്ത്രോച്ചാരണം ഉച്ചത്തിലാകുന്നു. വാദ്യമേളങ്ങൾ കൊഴുക്കുമ്പോൾ പൂജാരിമാർ ചാമുണ്ഡി ദേവിയുടെ വലിയ വിഗ്രഹത്തിന് മുന്നിലെ
അഗ്നികുണ്ഡത്തിലേക്ക് ഭസ്മം എറിയുകയും ചെയ്യുമ്പോൾ അഘോരി സ്ത്രീകളുടെ ലൈംഗികോന്മാദത്തിന്റെ ഭ്രാന്തമായ ശബ്ദപ്രകടനത്തിൽ അരക്കെട്ട് അനക്കുമ്പോൾ അവർക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നു. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും അനുഭവപ്പെടുന്നു. ഇണകൾ പരസ്പരം കെട്ടിപ്പിടിച്ച് നിലത്ത് വീഴുമ്പോൾ ആനന്ദോത്സവത്തിന് പരിസമാപ്തിയാകുന്നു. പിറ്റേ ദിവസം രാവിലെ വരെ ഈ കിടപ്പ് ഒന്നും അറിയാതെ അവർ കിടക്കും. ആ അവസ്ഥയിൽ തങ്ങളുടെ സൂക്ഷ്മ ശരീരം ജ്വലിക്കുന്നതായും ആ നിർവൃതിയിൽ പരമാത്മ ചൈതന്യം അബോധമനസ്സിൽ തെളിയുന്നതായും അഘോരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അഘോരികളെക്കുറിച്ച് പല പ്രാചീന ഗ്രന്ഥങ്ങളും ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഇന്ന് ലഭ്യമല്ല. ദിനക്ര, ടോക്രാം എന്നിവരുടെ ചില ഗ്രന്ഥങ്ങൾ അഘോരികളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും വാമഭാഗ അഘോരികളെക്കുറിച്ച് നാമമാത്രമായ അറിവുകളേ ഉള്ളൂ. കാരണം ഈ മാർഗം പ്രയാസമേറിയതും അപകട സാധ്യതകൾ കൂടിയതുമായ ഉത്തമരായ അഘോരികളായ ആചാര്യന്മാരിലൂടെ അഭ്യസിക്കേണ്ടതുമാണ്. അഘോരികളുടെ മരണവും വിചിത്രമാണ്. തപശക്തിയിലൂടെ മരണം മുന്നേ അറിയാൻ കഴിയുന്നവരാണ് ഇവർ. ആ സമയം ഒരു ശിഷ്യനെയും കൂട്ടി നിബിഡമായ വനത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയി ശിഷ്യന് തനിക്ക് സ്വായത്തമായ എല്ലാ സിദ്ധികളും നൽകി ജീവൻ വെടിയുന്നു. സമാധി ആയ അഘോരിയുടെ തലയോട് ശിഷ്യന് അവകാശമുള്ളതാണ്. ഇത് സ്വന്തമായി ഉപയോഗിക്കുകയോ ചാമുണ്ഡി ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വെക്കുകയോ ചെയ്യുന്നു. നഗ്നരായി ജീവിക്കുന്ന അഘോര സന്യാസികൾ ശരീരത്തെ പറ്റിയുള്ള ജാടകളെയെല്ലാം എരിച്ചു കളഞ്ഞ് നിസ്സംഗരായി ശരീരമാസകലം ചിതാഭസ്മം ചാർത്തി അഹന്തകളെയെല്ലാം ചിതയിലെരിച്ചു കളയുന്നവരാണ്. സമ്പൂർണ്ണ വൈരാഗികൾക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അഘോരികളുടെ മനഃശാസ്ത്രത്തിൽ എത്തിച്ചേരാൻ സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും സാധിക്കുകയില്ല.